ഹലോ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയല്ല എൻ്റെ ഇൻട്രൊഡക്ഷൻ തുടങ്ങുന്നത് ഹലോ ഗൈസ് എന്നായിരുന്നു കേട്ടോ. ഒരുപാട് പേര് എന്നെ ഈ ഒരു ഹലോ ഗൈസ് കൊണ്ട് കളിയാക്കാറുണ്ടായിരുന്നു. അപ്പം ഇന്ന് എനിക്ക് അങ്ങനെ പറയാനുള്ള ഒരു ശക്തി ഇല്ല കേട്ടോ. ഞാൻ എൻ്റെ അടുത്ത് ഒരുപാട് പേര് ചോദിച്ചു, ചേച്ചി ഇപ്പം എന്തുകൊണ്ട് വീഡിയോസ് ഒന്നും ഇടുന്നില്ല, നേരിട്ടും ചോദിച്ചു. ചില വീഡിയോസിൽ കമൻസ് ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നേ. എനിക്കതുകൊണ്ടിപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടാണ്. പുറമേ നിന്നല്ല, അകമേ നിന്ന് എന്നെ അറിയാത്തവർ എൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ ഒരു സന്തോഷം. അപ്പം എനിക്ക് എന്താണ് പറ്റിയത്, ഞാൻ എന്തുകൊണ്ടാണ് വീഡിയോസ് ഇടാത്തതെന്നൊക്കെ ആയിട്ട് ഒരു ലോങ് വീഡിയോ ഞാൻ വേറെ ചെയ്യാട്ടോ. ഇത് ഇന്ന് രാവിലെ കണ്ടപ്പോഴത്തേനും അങ്ങ് എടുത്തു വെച്ചതാണ് കേട്ടോ. പിന്നെ അന്നത്തെ കുറച്ച് വിശേഷങ്ങൾ അങ്ങനെ എടുത്തുകൊണ്ട് ഇടുവാണേ. രാവിലെ എണീറ്റിട്ട് അമ്മച്ചിയുടെ ജനാല തുറന്നിക്കാൻ വേണ്ടിയിട്ട് റൂമിൽ പോയപ്പം കുരങ്ങന്മാരായിരുന്നു കേട്ടോ മുറ്റത്ത്. അപ്പം ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് ആപ്പിൾ എടുത്ത് കൊടുത്തു, രണ്ടുപേർക്ക് കൊടുത്ത്. അതിൽ ഒരാൾ അതും കൊണ്ട് പോയി, ഒരാൾ അവിടെ തന്നെ ഇരുന്ന് കഴിച്ച് എല്ലാം സെറ്റായിട്ട് പോകാമെന്ന് വിചാരിച്ച്. പിന്നെ ദോശയും കൂടെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ദോശ കൊടുത്തവന്മാരെ അതും കൊണ്ട് പോയിട്ട്, അതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ലേ. എനിക്കിങ്ങനെ മൃഗങ്ങളോട് ഭയങ്കര സ്നേഹമാണ്. ചിലപ്പോൾ തോന്നി ഇവർ വന്നു കഴിഞ്ഞാൽ ഓട്ടിക്കാനുള്ള മടി കൊണ്ടാണ് സ്നേഹം എന്നൊക്കെ ഇവിടെ പലരും പറയും. പക്ഷെ അങ്ങനെയല്ല കേട്ടോ. ഞാനാണെങ്കിൽ അങ്ങനെ ഓട്ടിച്ചിടൂല. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കഴിക്കാനൊക്കെ എടുത്ത് കൊടുക്കുവേ. അതുപോലെയാണ് കേട്ടോ ഇന്ന് ഇവന്മാർക്ക് കൊടുത്തത്. അവർ ആപ്പിൾ കഴിക്കുന്നുണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. 1-2 മാസമായിട്ട് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ട് പുട്ട്, ഇടിയപ്പം, അപ്പം. അതായത് ഉഴുന്ന് കൂട്ടിയിട്ടുള്ളതൊന്നും ഞാൻ കഴിക്കൂല കേട്ടോ. പിന്നെ കറിയാണെങ്കിൽ മുട്ട കഴിക്കാന്നുള്ളത് മുട്ടക്കറി വെക്കാറുണ്ട്. പക്ഷെ ഇന്നത്തെ മുട്ടക്കറിയിൽ കുറച്ച് എരിവ് കൂടിപ്പോയി. ഞാൻ അത്രയും കറിയൊന്നും കഴിച്ചില്ല കേട്ടോ. ചമ്മന്തി ആണെങ്കിലും തേങ്ങ അധികം കഴിച്ചുവിടാത്തത് കൊണ്ട് വളരെ കുറച്ചിട്ടാണ് കഴിക്കണം. പിന്നെ അതും കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ തിയേറ്ററിൽ വന്നു. സത്യം പറഞ്ഞാൽ ഇന്ന് തിയേറ്ററിൽ വന്ന് എനിക്ക് ഭയങ്കര വിഷമായിരുന്നു. എപ്പോൾ വന്നാലും എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ച് കഴിക്കൽ പതിവാണ്. ഇത്തവണ വന്നിട്ട് ആകെപ്പാട് വെള്ളം മാത്രമേ കുടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. കാരണം പോപ്കോണോ പപ്സോ അങ്ങനെ ഒന്നും കഴിച്ചില്ല. ശരിക്കും പറഞ്ഞാൽ കഴിക്കാൻ വേണ്ടി പറ്റുമല്ലോ, അതുകൊണ്ട് കഴിച്ചില്ല. പിന്നെ ഈ സിനിമ കാണണമെന്ന് എൻ്റെ ഭയങ്കര ആഗ്രഹം. ഞാൻ സുമതിയോളമാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. ഈ സിനിമയ്ക്ക് ഒരുപാട് ബാഡ് റിവ്യൂസ് ഒക്കെ ഞാൻ കണ്ട്. സിനിമ അത്ര ബോറാണ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നിയത് പാട്ട് കുറച്ച് ഓവറായിട്ട് തോന്നുന്നു. 5 പാട്ടൊന്നും ഉണ്ടെന്നാണ്, അത് കുറച്ച് ബോറായിരുന്നു. ബാക്കി സിനിമയൊക്കെ കൊള്ളായിരുന്നു കേട്ടോ, എനിക്കിഷ്ടപ്പെട്ടു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ചോറ് കഴിക്കാം. കുറേ നാൾക്ക് ശേഷമാണ് കേട്ടോ ഞാൻ കടയിൽ നിന്ന് ചോറ് കഴിക്കുന്നത്. അപ്പം ആ ഇരിക്കുന്ന കറിയൊന്നും ഞാൻ എടുത്തില്ല കേട്ടോ. ഞാൻ ആകെ പച്ചടിയും അവിയലും പിന്നെ മീൻകറി കപ്പ എടുത്തെങ്കിൽ അധികം കഴിച്ചില്ല. ഇത് രണ്ടും കൂടെ കൂട്ടിക്കൊണ്ടാണ് കേട്ടോ കഴിച്ചത്. പിന്നെ ബീഫ് എനിക്ക് മേടിച്ചല്ല കേട്ടോ. ബീഫ് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഞാനിന്നവിടെ ചൊറിഞ്ഞ് വയറൊക്കെ വേനെടുത്ത് ആകെ സീനായനെ. പിന്നെ വീട്ടിൽ വന്നിട്ട് അമ്മേനെ കൊണ്ട് നമ്മൾ ആശുപത്രി പോയി. കണ്ണാശുപത്രിയിലാണ് കേട്ടോ. അമ്മ കണ്ണാടി വെക്കുമായിരുന്നു. അപ്പോൾ കണ്ണാടി പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ അമ്മേനെ അവിടെ നിന്ന് കളിയാക്കി ഇരിക്കുന്നുണ്ട്. അപ്പം എന്നിട്ട് വീഡിയോ ഒക്കെ എടുക്കണമെന്ന് അമ്മ അപ്പം അറിഞ്ഞില്ല കേട്ടോ. ശരിക്കും പറഞ്ഞാൽ അറിഞ്ഞിങ്ങനെ വഴക്ക് പറയായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ നേരെ കുറച്ച് സാധനമൊക്കെ മേടിച്ചിട്ട് വീട്ടിൽ വന്നേ. സാധനം മേടിക്കുന്നൊന്നും എടുത്തില്ല കേട്ടോ. അപ്പോഴത്തെ മഴ പെയ്തിട്ടുണ്ടായിരുന്നു. വീട്ടിൽ വന്നപ്പോഴാണെങ്കിൽ വെയിലും ആയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ എൻ്റെ അടുത്ത് എൻ്റെ ഗപ്പികളൊക്കെ എവിടെയാണ്, മീനൊക്കെ സുഖമായിരിക്കണമെന്ന് എൻ്റെ അടുത്ത് 2-3 പേര് ചോദിച്ചേട്ടാ. നേരിട്ട് ചോദിച്ചാണ്, എന്നെ അറിയാമെന്നുള്ള കുറച്ച് പേര് ചോദിച്ചാണ്. ശരിക്കും പറഞ്ഞാൽ മീനൊക്കെ സുഖമായിട്ട് ഇരിപ്പുണ്ട്. വീട്ടിൽ കുറച്ച് പണിയൊക്കെ വന്നപ്പോൾ അങ്ങോട്ട് മാറ്റി വെച്ച് ഇങ്ങോട്ട് മാറ്റി വെച്ച് അവർക്ക് ആകെ ഒരു സ്ഥലത്ത് അവർ സമാധാനത്തോടെ ഇരുന്നില്ല. അപ്പം ഞാൻ അവരെയൊക്കെ ഒന്ന് സെറ്റാക്കിയൊക്കെ വെച്ചേട്ടാ. പിന്നെ രാത്രിക്ക് വന്നിട്ട് മുട്ടയും കത്തിരിക്ക ഫ്രൈയും. ഇതെൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ, കത്തിരിക്ക. കുറച്ച് മീൻകറി എടുത്തില്ല, ഇച്ചിരി കപ്പ എനിക്ക് അങ്ങനെ വലുതായിട്ട് കഴിച്ചുകൂടാ. അതുകൊണ്ട് തന്നെ ഒരു നുള്ളാണ് കേട്ടോ കഴിച്ചത്. പിന്നെ ഈ കത്തിരിക്ക ഫ്രൈയും മുട്ടയും കൂടെ നല്ല കോമ്പിനേഷനാണ്. അങ്ങനെ അതൊക്കെ കൂട്ടി കഴിച്ച് പിന്നെ കഴിക്കാനുള്ള മരുന്നും ഗുളിയൊക്കെ കഴിച്ചിട്ട് പിന്നെ കിടന്ന് ഉറങ്ങിയിട്ടാ. അപ്പം ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരാം.